അങ്ങ് സ്തുതിക്കാതിരുന്നാൽ ഞാൻ മരിക്കും പോലെ ഒരു വേദനയാണേ. അങ്ങ് സ്തുതിക്കാതിരുന്നാൽ ഞാൻ മരിക്കും പോലെ ഒരു വേദനയാണേ. ഹൃദയമേ ഹൃദയമേ ശ്വാസമേ എൻ ജീവനേ. ഹൃദയമേ ഹൃദയമേ ശ്വാസമേ എൻ ജീവനേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 146 സങ്കീർത്തനം 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവുമാണ്. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു, യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. ആമേൻ. നമ്മുടെ ദൈവം എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു വിവരണമാണ് നമുക്ക് ഈ വചനത്തിൽ കാണുന്നത്. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കും, ഇതൊക്കെ മാത്രമേ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മളെ നടത്തുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? ന്യായം പാലിച്ചു തരുന്നു. ഇന്നത് കേൾക്കുമ്പം പലയിടത്തും നമ്മുടെ ന്യായം നടക്കാറില്ല. ഇന്ന് കഴിവുള്ളവരും അധികാരസ്ഥരും ഉന്നതന്മാരുമൊക്കെ ന്യായം മറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ കർത്താവ് പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അല്ല, പീഡിതന്മാർക്ക് വേണ്ടി ന്യായം പാലിച്ചു കൊടുക്കുന്നു. ഈ ഓരോ രാജ്യത്ത് വന്നിരിക്കുന്ന നിയമങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഏറ്റവും തകർന്നു കിടക്കുന്നവരെ ഉപദ്രവിക്കാതിരിക്കാൻ ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ ചില നിയമങ്ങൾ വരും. അഗതികളെ പീഡിപ്പിക്കരുത്, വിധവമാർക്ക് ന്യായം മറിച്ചു കൊടുക്കരുത്, അവരെ സഹായിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുന്നതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ കരമാണ്. കാരണം അവൻ ന്യായം പാലിച്ച് കൊടുക്കുന്നവരാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിധത്തിൽ നിലവിളിക്കുന്ന നിലവിളികൾ സ്വർഗത്തിലെത്തും. അതിന് ദൈവം ഒരാൾക്ക് മാത്രമായിരിക്കല്ല വിടുതൽ കൊടുക്കുന്നത്, ഒരു കൂട്ടത്തിന് മൊത്തമായിരിക്കും വിടുതൽ കൊടുക്കുന്നത്. ജോസഫിനെ ദൈവം വിടുവിച്ചപ്പം ജോസഫിൽ മാത്രം വിടുതൽ നിന്നില്ല, ഒരു ജനത്തിൽ മുഴുവൻ വിടുതൽ വന്നു. ഒരു വ്യക്തി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവം ആ വ്യക്തിക്ക് വേണ്ടി മാത്രം മഴ കൊടുക്കുന്ന ദൈവമല്ല, ആ ദേശത്ത് മുഴുവൻ മഴ കൊടുക്കുന്ന ദൈവമാണ്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, നിങ്ങളുടെ നിലവിളികൾ നിമിത്തം, നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. ചിലപ്പോൾ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർത്ത്. ഹല്ലേലൂയ. ഒരുവൻ നിലവിളിച്ചു, എല്ലാവർക്കും വേണ്ടി വഴികൾ തുറന്നു. ആമേൻ. ഞാൻ പറയുന്ന അനേകരുടെ അനുഗ്രഹത്തിന് ഒരു കാരണമായി നിങ്ങൾ തീരാൻ പോവുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രത്യേക കേസുകൾ സംബന്ധമായ വിഷയത്തിൽ നീതി ലഭിക്കാത്ത, ന്യായം ലഭിക്കാത്ത ചിലർ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ന്യായം പാലിച്ചു തരും. ചില അധികാരികളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഹൃദയം ഇറങ്ങി വരും, ന്യായം പാലിച്ചു കൊടുക്കും. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. അതെ, ഉറപ്പായിട്ടും ഏലിയാവിന്റെ ദൈവം എന്ന് ജീവിക്കുന്നു. പട്ടിണികൾ മാറാൻ പോവുകയാണ്. ബദ്ധന്മാരെ അഴിച്ചുവിടും. യെശയ്യാപ്രവചനം 61 വരുമ്പോൾ, എളിയവരുടെ സദ്വർത്തമാനം ഘോഷിപ്പാൻ ഞാൻ നിന്നെ അഭിഷേകിക്കുന്നു, ബദ്ധന്മാരെ വിടുവിക്കുക. നീണ്ട വർഷങ്ങളായിട്ട് ഏതെങ്കിലും രോഗത്തിനകത്തോ ബന്ധനത്തിനകത്തോ അഡിഷൻ്റെ അകത്തോ നീ കിടപ്പുണ്ടെങ്കിൽ, അങ്ങനെ മരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ സുവിശേഷം കേൾക്കുന്നത് നിന്റെ ഡെലിവറൻസ് ആണ്. അവൻ വിടുവിക്കുന്നു, അഴിച്ചുവിടും. പിശാച് കെട്ടിയ ചില കെട്ടുകൾ പൊട്ടട്ടെ. ലാസറെ അഴിച്ചുവിടാൻ പറഞ്ഞ അതേ കർത്താവ് ചില
കുരുക്കുകളിൽ നിന്നും ചിലരെ ദൈവം വിട്ടുവെക്കുകയാണ്. കുരുട്ട് കണ്ണുകൾക്ക് അവൻ കാഴ്ച കൊടുക്കുന്നു. നാളെക്കുറിച്ച് കാണാൻ പറ്റുന്നില്ല, ഭാവിയെക്കുറിച്ച് കാണാൻ പറ്റുന്നില്ല. വിഷൻസുകളില്ലാതിരിക്കുന്നവർ അക്ഷരികമായും കാഴ്ചകൾ ലഭിക്കും. നാളെക്കുറിച്ച് ഒരു കാഴ്ച ലഭിക്കും. ആത്മീയമായിട്ട് ഒരു ദിശാബോധം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്നു. യെസ്, ചില പ്രശ്നങ്ങളാൽ നിങ്ങൾ കുനിഞ്ഞു പോയോ? ദൈവം നിങ്ങളെ നിവർത്തുന്നു. അടുത്തൊരു വാക്ക് വളരെ മനോഹരമാണ്. നീതിമാനെ സ്നേഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ സ്നേഹിക്കുന്നു. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ സ്നേഹിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവരെ സ്നേഹിക്കുന്നു. നിങ്ങൾ കർത്താവിനൊരു വചനം കേൾക്കാനല്ലേ വന്നിരുന്നേ? ഈ രാവിലെ ഈ തിടുക്കുള്ള സമയത്തും കർത്താവിനൊരു ശബ്ദം കേൾക്കാനല്ലേ നിൽക്കുന്നേ? കർത്താവിനൊരു വാക്ക് നിങ്ങളോട് പറയാനുണ്ട്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ എല്ലാ വിഷയത്തിനും പരിഹാരമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ എല്ലാ വിഷയങ്ങളും നന്മയാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അത്ഭുതമാകാൻ പോവുകയാണ്. യെസ്, ഈ പകൽക്കാലം ഈ കേട്ട വചനങ്ങൾ മറക്കരുത്. ന്യായം പാലിക്കുന്ന ദൈവം, ആഹാരം തരുന്ന ദൈവം, ബദ്ധന്മാരെ അഴിച്ചുവിടുന്ന ദൈവം, കാഴ്ച തരുന്ന ദൈവം, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം. യെസ് ലോർഡ്, നല്ല ദൈവമല്ലേ? ആമേൻ. ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലും സംഭവിക്കാൻ പോകുന്നു. ഈ വചനം നിങ്ങളുടേതാക്കി തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം അങ്ങ് മതിയായവനായി വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നു. പിതാവേ, യേശുവെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ന്യായം പാലിച്ച് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ആഹാരങ്ങൾ, കർത്താവെ, ഞങ്ങളുടെ ദാരിദ്ര്യങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. പിതാവേ, അങ്ങ് കർത്താവെ സകലത്തിലും നന്മയാൽ ഞങ്ങളെ നിറയ്ക്കുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന വ്യക്തിയെ അനുഗ്രഹിക്കുന്നു, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നല്ലൊരു ദിശാബോധത്തിലേക്ക് അവരെ പരിശുദ്ധാത്മാവെ അങ്ങ് കൊണ്ടുപോയി കർത്താവിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി വിജയകരമായ ഒരു ജീവിതത്തിലേക്ക് അങ്ങ് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിനകത്ത് ലോക്കായി പോയ ചിലരുണ്ടല്ലോ കർത്താവേ. ചില ഡിപ്രഷൻ നിമിത്തം രോഗിയായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ. നല്ല പഠിത്തമുണ്ടായിരുന്നു, നല്ല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ചില ജോലിയിൽ പോയതാണ്, തുടർന്നതാണ്, പക്ഷേ ബ്ലോക്കായി പോയല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അവർ പുറത്തു വരട്ടെ. ഡിപ്രഷനിലും ആൻസൈറ്റിയിലുമൊക്കെ ജീവിതം തല്ലി തകർക്കുന്നവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഒരാരോഗ്യം, ഒരു സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ചിലർ കരയുന്നു, എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലേ, എൻ്റെ ലൈഫ് തകർന്നോ? ഇല്ല, യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. കർത്താവെ, ബദ്ധന്മാർ പുറത്തു വരട്ടെ. കർത്താവെ, ന്യായമില്ലാതെ, ന്യായം കിട്ടാതെ, കർത്താവെ, അവരുടെ സ്വത്ത്, അവരുടെ സമ്പത്ത് അന്യാധീനപ്പെട്ട്, മറ്റുള്ളവർ അവകാശപ്പെട്ട്, കള്ളരേഖകൾ എഴുതി ചമച്ച് ഇവരുടെ നന്മകളെ അപകരിച്ചു വച്ചിരിക്കുന്ന അതിനകത്തൊരു നീതിപരമായ ന്യായം നടക്കണമേ. കർത്താവെ, ഈ ദിവസങ്ങളിൽ ലിറ്ററലി ചിലർ ദാരിദ്ര്യത്തിൽ പോകുന്നല്ലോ, അവർക്ക് ആഹാരം കൊടുക്കണമേ. കർത്താവെ, ചില കണ്ണുകൾക്ക് കാഴ്ചകൾ കൊടുക്കണമേ. ഇപ്പോൾ തന്നെ കർത്താവെ, കണ്ണുകൾ തുറന്നു വരട്ടെ, കാഴ്ചകൾ വരട്ടെ, തിമിരങ്ങൾ മാറട്ടെ, വെള്ളെഴുത്തുകൾ മാറട്ടെ. കർത്താവെ, ആമേൻ, ദൂരക്കാഴ്ചകൾ കൂടട്ടെ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ, പ്രാർത്ഥിക്കുന്നു. കുനിഞ്ഞുപോയവരെ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുന്നു. കർത്താവെ, ഈ ജനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഈ കുടുംബത്തിനകത്ത് ഈ വചനം ഇറങ്ങി വന്ന് ജനത്തെ സൗഖ്യമാകട്ടെ. ഇവർ സൗഖ്യമാകട്ടെ. ഭയങ്കര ഹെവിനെസ്സായി തുടരുന്ന, ഭയങ്കര വേദനയിൽ നിറഞ്ഞു നിൽക്കുന്ന ബാക്ക് പെയിനുകൾ, ആമേൻ, ഡിസ്കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ. ഇവരെ പോലും നിൽക്കാൻ കഴിയാത്ത പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. ശ്വാസമുട്ടലുകൾ മാറിപ്പോകട്ടെ. ശരീരത്തിനകത്ത് വളർന്നു വരുന്ന ചില ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ക്യാൻസറിൻ്റെ തെളിവുകളെ ക്യാൻസലാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവർ സൗഖ്യവും ആരോഗ്യം പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സന്തോഷത്തോടെ ആയിരിക്കുക. God bless you. Shalom.
ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.